പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. രാവിലെ ദേവാലയത്തിൽ പോയി, ദേവാലയത്തിൽ വന്ന ശേഷം ഈ ലാറ്റിൻ സഭക്കാർ പാലാരിവട്ടത്തിന് നൽകിയ വലിയൊരു സമ്മാനമുണ്ട്. പാലാരിവട്ടം ജംഗ്ഷനിലുണ്ടായിരുന്ന കുരിശടി മാറ്റിയിട്ട് ഒരു നിത്യാരാധന ചാപ്പൽ എനിക്ക് വേണ്ടി ഒരുക്കിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്നൊരു 300 മീറ്റർ വീൽ ചെയർ ഓടിച്ചാൽ മതി. അവിടെ രാവിലെയും വൈകുന്നേരവും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമാണ്. ഇപ്പോൾ പാമ്പ്ളാനി പിതാവ് ജന്മദിനം എങ്കിലും ആയിക്കോട്ടെ, ഒരു കുർബാന അർച്ചില്ല. ഇനിയും ജെറിൻ പാലത്തിങ്കൽ എന്ന ഭീകരനെ സ്വർഗം തളച്ചിരിക്കുന്നു. സ്വർഗം തളയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യമില്ലാത്തവൻ്റെ ഉള്ളിൽ ഭയം എപ്പോഴും ഉണ്ടാവും. ഒരു സംശയവുമുണ്ട് കേട്ടോ. സത്യം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിലുണ്ടെങ്കിൽ ഉറപ്പ് അവിടെ ഭയങ്കര ധൈര്യമാണ്. തോറ്റാൽ പോലും ധൈര്യത്തോടെ നിൽക്കും. മറിച്ച് സത്യമില്ലാത്തവൻ്റെ അവസ്ഥ എന്താണെന്നറിയാമോ? അത് ജയിച്ചാലും പേടിച്ചാൽ നിൽക്കുന്നത്. പേടിക്കണമല്ലോ, ജീവനുള്ള ദൈവത്തെ പേടിക്കണമല്ലോ. ആ വൃദ്ധനായ പുരോഹിതനെ ബലി അർപ്പിക്കുന്നതിന് മധ്യേ ചോറിനോണ്ടിരിക്കുന്നൊരു മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഊണ് കഴിഞ്ഞേ അയാളുടെ അടുത്തേക്ക് പോകത്തുള്ളൂ. അത് മര്യാദയാണ്. ആഹാരം കഴിക്കുന്നൊരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാനോ, എത്ര വലിയ കൊലപാതകയാണെങ്കിലും അന്നേരം പിടിക്കല്ലോ പോലീസ് അങ്ങ്. അതുപോലാണോ സ്വർഗം ഭൂമിയിൽ കൊണ്ടുവരുന്ന പരിശുദ്ധ കുർബാനയെ അർപ്പിക്കുന്ന പുരോഹിതനെ അതേ കുപ്പായത്തോട് മറ്റാർക്കും കയറാൻ അവകാശമില്ലാത്ത സ്ഥലത്ത് കയറി ചവിട്ടിക്കൂട്ടി അദ്ദേഹത്തെ സങ്കരുതി കൊണ്ടുവന്ന് ഇറക്കി വിട്ടത്? അദ്ദേഹം അന്നും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചത് ഇങ്ങനെയാണ്: അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്തതാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിന് നേതൃത്വം കൊടുത്ത ജെറിൻ പാലത്തിങ്കൽ പാലം നരകത്തിലേക്കാണുള്ളതാണോ എന്ന് മാത്രമേ ഉള്ളൂ സംശയം. എൻ്റെ സഹോദരി, നിങ്ങളിനി ഏത് വിമതനാണെങ്കിലും നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ലീഡറിൻ്റെ മകളെ കെട്ടിച്ചത് സീറോ മലബാർ കുർബാനയിലാണല്ലോ. നിങ്ങൾ ചിന്തിച്ച് നോക്കി. നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. സത്യത്തിൽ നിങ്ങളൊക്കെ പൊട്ടന്മാരാണ്. ഈ അച്ഛന്മാർ അതിലേറെ പൊട്ടന്മാരാണ്. ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു ആത്മായ കോന്തൻ മാർപ്പാപ്പയാണെന്ന് പറഞ്ഞായിരിക്കുന്നത്. സാധാരണ ഞങ്ങളൊക്കെ മാർപ്പാപ്പയുടെ വാക്കുകൾക്ക് ഭയങ്കര വില കൊടുക്കുന്ന മാർപ്പാപ്പ എന്ത് പറയുന്നു? തെറ്റാവരമുള്ള അദ്ദേഹം, മക്കളെ നിങ്ങളുടെ വഴി തെറ്റിപ്പോകുന്നു എന്ന് നിങ്ങൾ മുമ്പേ വീഡിയോയിലൂടെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴത്തെ AI ആണെന്ന് പറഞ്ഞു. അത് AI സ്വർഗത്തിൻ്റെ ആയിരുന്നെന്ന് മാത്രമേ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ജെറിൻ പാലത്തിങ്കിൽ ഇന്ന് അവിടെ ചെല്ലാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് ശുശ്രൂഷ ചെയ്യാൻ പറ്റിയില്ല. ഇനിയും ഇതെല്ലാം ഞങ്ങളല്ലേ ഈ ഓരോ ദേവാലയങ്ങളിലും നിന്നും ഈ തിന്മയെ അടിച്ചു പുറത്തിറക്കും. കാശ് വേണ്ടവർക്ക് വേണമെങ്കിൽ പറയാൻ കാശ് തന്നു വിടാം കേട്ടോ. ഞങ്ങൾ വിലയെടുത്ത കാശുണ്ട്. ഞങ്ങൾ പിന്നെ ആരുടെയും സഭയുടെ കാശെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും പിരിവൊന്നുമില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും അത് ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ സമ്പത്തും കൊണ്ട് മാത്രമാണ്. പൊതുജനത്തിൻ്റെ സമ്പത്തെടുത്ത് കൊള്ളയടിച്ച് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളെല്ലാം കാണിച്ച് സിനഡ് കുർബാന നടന്ന ദേവാലയങ്ങളിൽ അടപ്പിക്കപ്പെട്ട പുരോഹിത ശ്രേഷ്ഠന്മാർ, അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പുരോഹിതരെ, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അതാ. കാരാഗ്രഹത്തിൽ കിടന്ന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് പോലെ ഞങ്ങളൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പലരും ചോദിച്ചു, കയറി 2 അടി കൊടുക്കരുതോ? ഞാൻ പറഞ്ഞു, അതാ അടിക്കുകയും പിടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നവരിലുള്ള ആത്മാവ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളിലുള്ള ആത്മാവ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചീത്തതയും തെറിയും ഒന്നുമില്ല. അവർ കലഹം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അവരുടെ പോലീസ്, അവർ നേതൃത്വം കൊടുക്കുന്ന പോലീസ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നടക്കും. അവിടെയും ഞങ്ങൾ സഹിക്കും. 10-12 കിലോമീറ്റർ നടന്ന് തോമാക്കുന്ന് വരെ നടന്ന് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ഒരു ബഹളവും ഇല്ല. ഞങ്ങൾ തല്ലാനും തൊഴിക്കാനും ഒന്നും പോകണില്ല. ഈ സമരം തുടങ്ങിയ ഇടയ്ക്ക് ആ അരമനയുടെ വാതിക്കലിട്ട് ആ ഫോട്ടോഗ്രാഫറെ തല്ലിയത് എത്ര ഭീകരമായിട്ടാണ്. തിരിച്ച് തല്ലാൻ അറിയാൻ പറഞ്ഞിട്ടല്ല, കൈയും ആരോഗ്യമൊന്നും ഇല്ലാഞ്ഞിട്ടുമല്ല, തല്ലു കൊടുക്കാൻ കഴിവില്ലാഞ്ഞിട്ടുമല്ല. നമുക്കിതെല്ലാം ഇതിനെല്ലാം ഒരു കണക്ക് പറയേണ്ടി വരികയല്ലേ മനുഷ്യൻ? വ്യക്തിപരമായി എല്ലാവരും ഒരു സമൂഹമായി നിൽക്കുമ്പോൾ പോലും ഒരു സമൂഹത്തെ അപകടത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ
എളുപ്പമാണ്. അതിന് തിരിച്ച് കരയ്ക്ക് കയറാൻ വലിയ പാടാണ്. പ്രത്യേകിച്ച് ഇത് ആത്മീയ യുദ്ധമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ്. എന്തായാലും ഒരു കാര്യം വളരെ സത്യമാണ്. എത്ര കാലം ജീവിച്ചാലും അത് കർത്താവിൻ്റെ കൂടെ, ഈ ജീവിതത്തിന് ശേഷവും കർത്താവിൻ്റെ കൂടെ. പള്ളി തന്നെ ഇത് ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ വികാരിയാണ്, ഞങ്ങൾ വിചാരിക്കുന്നത് നടക്കും. ചിലപ്പോഴൊക്കെ നടക്കുന്നേ, പക്ഷേ എന്നേക്കുമായി നടക്കത്തില്ല. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം നേരെ ചൊവ്വയാക്കും. ഈശോയും മാതാവും ഒക്കെ ഞങ്ങൾക്കുണ്ടെന്നേ. ഈശോയുടെ ബലിയാണ് പരിശുദ്ധ കുർബാനയെങ്കിൽ അതിനകത്ത് സാത്താന് സ്ഥാനമില്ല എന്നുള്ള, അനുസരണക്കേടിൻ്റെ സാത്താന് സ്ഥാനമില്ല എന്നുള്ള വലിയ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നീട്ടുന്നില്ല. ഇനിയും ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ മക്കൾ, പ്രത്യേകിച്ച് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റ് ഇങ്ങനെ കയറി വരും. ഞങ്ങൾക്ക് ഒരു പുരോഹിതനോടും പിണക്കമില്ല. ഇനി ആർക്കെങ്കിലും എന്നാൽ ഇനി അങ്ങ് കുർബാന സിനഡ് കുർബാന ചൊല്ലിയേക്കാമെന്ന് തോന്നുന്ന പുരോഹിതരെ, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ ഇടവകയ്ക്കും നിങ്ങൾക്കും അത് വലിയ സമ്മാനമായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവിധ നന്മകളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.